സ്ട്രീറ്റ് ലൈറ്റ് കത്താത്തതിൽ പ്രതിഷേധിച്ച് എടയൂർ പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ നിന്ന് LDF മെമ്പർമാർ ഇറങ്ങിപ്പോയി. കഴിഞ്ഞ LDF ഭരണസമിതിയുടെ കാലത്ത് 5 വർഷക്കാലം കൊണ്ട് ഓരോ വാർഡിലും 60-ലധികം സ്ട്രീറ്റ് ലൈറ്റുകൾ എടയൂരിന് പദ്ധതി വഴി നടപ്പിലാക്കിയിരുന്നു. തുടർന്ന് വന്ന ഭരണസമിതി സ്ട്രീറ്റ് ലൈറ്റുമായി ബന്ധപ്പെട്ട് യാതൊരു പ്രവർത്തനവും നടപ്പിലാക്കിയില്ല എന്ന് മാത്രമല്ല ഒരെണ്ണം പോലും പുതിയത് അനുവദിച്ചിട്ടില്ലെന്നുമാണ് ആക്ഷേപം. നിരന്തരം ഭരണസമിതി യോഗത്തിലും സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിലും ഈ വിഷയം അവതരിപ്പിച്ചിട്ടും പരാതി നൽകിയിട്ടും പരിഹാരമില്ലാത്തതുകൊണ്ടാണ് പ്രതിഷേധമറിയിച്ച് അംഗങ്ങൾ പുറത്തിറങ്ങിയത്. അഴിമതിയും ദുർഭരണവും കാരണം പഞ്ചായത്തിൽ യാതൊരു വികസന പ്രവർത്തനങ്ങളും നടക്കുന്നില്ല. 2024-25 പദ്ധതി കാലയളവിലെ 18% മാത്രമാണ് ഇതുവരെ വിനിയോഗിച്ചത്. എന്നാൽ കഴിഞ്ഞ ഭരണസമിതി കാലത്ത് 8ാം വാർഡ് അമ്പലസിറ്റിയിൽ അനുവദിച്ച പൂവത്തുന്തറ അംഗനവാടി കെട്ടിടം പണി പൂർത്തിയാകാതെ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KP വേലായുധന്റെ നേതൃത്വത്തിൽ പൊളിച്ചു നീക്കിയത് വലിയ പ്രതിഷേധത്തിന് ഇടയാക്കിയിരുന്നു. തുടർന്ന് ജനങ്ങൾ നൽകിയ പരാതിയിന്മേൽ പഞ്ചായത്ത് ചിലവഴിച്ച തുക തിരിച്ചടയ്ക്കുന്നതിന് ഓംബുഡ്സ്മാൻ KP വേലായുധനോട് ആവശ്യപ്പെട്ടുകൊണ്ട് ഉത്തരവിറക്കുകയും ചെയ്തു. ഈ വിഷയങ്ങളെല്ലാം ഉന്നയിച്ചുകൊണ്ടാണ് CPM എടയൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഭരണസമിതി യോഗം ചേരവെ പ്രതിഷേധം അറിയിച്ചത്. പ്രതിഷേധ സമരം CPM വളാഞ്ചേരി ഏരിയ കമ്മിറ്റി അംഗം KK രാജീവ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. PM മോഹനകൃഷ്ണൻ അധ്യക്ഷ വഹിച്ച പരിപാടിയിൽ ഏരിയ കമ്മിറ്റി അംഗം KA സക്കീർ, വാർഡ് മെമ്പർമാരായ ദീപ CT, PM മുഹമ്മദ്, അബ്ദുസമദ് കൊന്നക്കാട്ടിൽ, ഫാത്തിമത്ത് തസ്നി P, സൗമ്യ ഹരിദാസ്, VP മുഹമ്മദ് റഫീഖ് എന്നിവർ പ്രസംഗിച്ചു. K നാരായണൻ സ്വാഗതവും വാർഡ് മെമ്പർ KP വിശ്വനാഥൻ നന്ദിയും പറഞ്ഞു. പ്രതിഷേധ പരിപാടി K മാഗേൽ, M സുജിൻ, UK ബിജു, CP സുനിൽ ദാസ്, ഷാജി പൂക്കാട്ടിരി, PM നിതിൻ എന്നിവർ നേതൃത്വം നൽകി. ഈ ചാനൽ ന്യൂസ് വളാഞ്ചേരി. വിസ്മയ കാഴ്ചകൾ ഒരുക്കി ഏവർക്കും ആവേശം തീർക്കുകയാണ് പുത്തനത്താണി ഫെസ്റ്റ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആഘോഷിക്കാൻ ഡ്രീം എന്റർടൈൻമെന്റ്സിന്റെ ഒരുപാട് ഫൺ റൈഡുകളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ഒപ്പം 70 അടി ഉയരത്തിലുള്ള യന്ത്രഊഞ്ഞാൽ ഫെസ്റ്റിന്റെ ഹൈലൈറ്റ് ആണ്. കൂടാതെ ഇതുവരെ കാണാത്തതും നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്നതുമായ കടൽ മത്സ്യങ്ങളുടെയും അലങ്കാര മത്സ്യങ്ങളുടെയും പ്രദർശനം, ഫ്ലവർ ഷോ, ഹൈടെക് അമ്യൂസ്മെന്റ് പാർക്ക്, ഭക്ഷ്യമേള, നഴ്സറി സ്റ്റാളുകൾ, വിപണന സ്റ്റാളുകൾ തുടങ്ങി നിരവധി കാഴ്ചകളും ഫെസ്റ്റിന്റെ പ്രത്യേകതയാണ്. പിന്നെ ഡിസംബർ 8 വരെ മാത്രമേ ഈ അത്ഭുത കാഴ്ചകൾ കാണാൻ പറ്റൂ. അപ്പോൾ അവധി ദിവസങ്ങളും ഒഴിവു സമയങ്ങളും വീട്ടുകാർക്കും കൂട്ടുകാർക്കും ഒപ്പം ഹാപ്പിയായി ആഘോഷിക്കാൻ നേരെ പുത്തനത്താണി ഫെസ്റ്റിലേക്ക് പോന്നോളൂ.